നാലാമത് ആഗോള വയോജന ദിനമായ ജൂലൈ 28-ന് രോഗികളും നിരാലംബരും വൃദ്ധരുമായവരെ സന്ദർശിച്ച് അവരോടൊപ്പം സമയം ചെലവിടുന്ന എല്ലാ കത്തോലിക്ക വിശ്വാസികൾക്കും പൂർണ്ണ ദണ്ഡവിമോചനത്തിനുള്ള സാധ്യത അറിയിച്ചുള്ള ഉത്തരവ് പുറപ്പെടുവിച്ച് വത്തിക്കാൻ. ദണ്ഡവിമോചനം സ്വീകരിക്കുവാനായി സഭ നിഷ്കർഷിക്കുന്ന മാനദണ്ഡങ്ങൾ നിറവേറ്റിയാൽ ഈ വർഷവും ആഗോള വയോജന ദിനത്തിൽ പൂർണ്ണ ദണ്ഡവിമോചനം സ്വീകരിക്കാനാവുമെന്ന് കർദിനാൾ ആഞ്ചലോ ഡൊണാത്തിസ് ഉത്തരവ് പുറപ്പെടുവിച്ചു. വയോജനങ്ങളെ സന്ദർശിക്കുന്നവർക്ക് മാത്രമല്ല വൃദ്ധരായവർക്കും മുതിർന്നവർക്കും ആഗോള വയോജന ദിനാഘോഷം ങ്ങളുടെ ഭാഗമായി വത്തിക്കാനിൽ നടത്തപ്പെടുന്ന പ്രാർത്ഥനകളിൽ പങ്കെടുക്കുന്ന എല്ലാ വിശ്വാസികൾക്കും ദണ്ഡവിമോചനം സ്വീകരിക്കുവാനുള്ള അവസരം സഭ ഒരുക്കിയിട്ടുണ്ട്. ഫ്രാൻസിസ് പാപ്പ അപ്പസ്തോലിക പെനിറ്റൻഷ്യറിക്ക് അനുവദിച്ചിരിക്കുന്ന അവകാശങ്ങൾ ഉപയോഗിച്ച് സഭാമക്കളുടെ വിശ്വാസം വളർത്തുന്നതിനും ആത്മാക്കളുടെ രക്ഷ ഉറപ്പുവരുത്തുന്നതിനുമായാണ് പൂർണ്ണ ദണ്ഡവിമോചനം നേടുവാനുള്ള ഇത്തരമൊരു സാധ്യത മുന്നോട്ട് വയ്ക്കുന്നതെന്ന് ഡിഗ്രിയിൽ കർദിനാൾ ഡൊണാത്തിസ് വ്യക്തമാക്കി. കുമ്പസാരം, വിശുദ്ധ കുർബാന സ്വീകരണം, പരിശുദ്ധ പിതാവിന്റെ നിയോഗങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന എന്നീ 3 നിബന്ധനകൾ പൂർണ്ണ ദണ്ഡവിമോചനം നേടുന്നതിലേക്കായി പൂർത്തിയാക്കുന്നവർക്കാണ് ഈ ഒരു ആനുകൂല്യം സഭ നൽകുന്നത്. ആഗോള വയോജന ദിനവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ആത്മീയ ശുശ്രൂഷകളിൽ വാർത്താ മാധ്യമങ്ങളിലൂടെ ആധ്യാത്മികമായി പങ്കെടുക്കുകയും അതോടൊപ്പം വിശുദ്ധമായ ജീവിതരീതി പിന്തുടരുകയും ദണ്ഡവിമോചനത്തിനായുള്ള 3 നിബന്ധനകളും കഴിയുന്നതും വേഗം നടത്താമെന്ന ഉദ്ദേശത്തോടെ ഇത്തരമൊരു വിമോചനത്തിനായി ആഗ്രഹിക്കുകയും ചെയ്യുന്ന രോഗികളായ വയോധികർക്കും അവരെ പരിപാലിക്കുന്നവർക്കും വീടുകളിൽ നിന്ന് ഗുരുതരമായ കാരണങ്ങളാൽ പുറത്തിറങ്ങാൻ സാധിക്കാത്തവർക്കും പൂർണ്ണ ദണ്ഡവിമോചനം ലഭ്യമാകുമെന്നും വത്തിക്കാൻ വ്യക്തമാക്കി. 2021 വിശുദ്ധ അന്നയുടെയും യോവാക്കിമിന്റെയും തിരുനാളിനോടനുബന്ധിച്ച് എല്ലാ വർഷവും ജൂലൈ മാസത്തിലെ 4ാമത്തെ ഞായറാഴ്ച ആഗോള വയോജന ദിനമായി ആചരിക്കുവാൻ ഫ്രാൻസിസ് പാപ്പ ആരംഭിച്ചത്. 2024 ആഗോള വയോജന ദിനത്തിന്റെ ആശയമായി 71-ാം സങ്കീർത്തനത്തിൽ നിന്നുള്ള വാർദ്ധക്യത്തിൽ എന്നെ തള്ളിക്കളയരുതേ എന്ന വാക്യമാണ് പാപ്പ സ്വീകരിച്ചിരിക്കുന്നത്. ഏകാന്തതയും രോഗവും മൂലം വേദന അനുഭവിക്കുന്ന എല്ലാ വയോജനങ്ങൾക്കായും സമയം കണ്ടെത്തുവാനും അവരെ സന്തോഷിപ്പിക്കുവാനും അവരിൽ നിന്ന് പഠിക്കുവാനും പാപ്പ യുവജനങ്ങളോട് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കീന ന്യൂസ്.